ഗൈസ്, ദക്ഷിന് 1 വയസ്സായി. ദക്ഷ് ഉറങ്ങുവാണ് ഗൈസ്. Happy birthday, Dashuta. Happy birthday to you. Happy birthday, Ave. ഗൈസ്, ഇന്ന് നമ്മുടെ ദച്ചൂട്ടൻ്റെ ബർത്ത്ഡേയാ. അമ്മച്ചിയുടെ പൊന്നിൻ്റെ ബർത്ത്ഡേയാ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. ഹാപ്പി ബർത്ത്ഡേ. എന്തുവാ ദച്ചൂട്ടൻ ഇന്നത്തെ ദിവസം എന്തുവാന്ന് പോലും അറിയത്തില്ല. അവനൊരു യൂഷ്വൽ ഡേ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് വേണ്ടിയിട്ടൊരു മെമ്മറി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അവന് വലുതാകുമ്പം കാണാമല്ലോ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എങ്ങനായിരുന്നു എന്ന്. അപ്പം നമുക്ക് കാണാം കേട്ടോ. ഞാൻ ചെയ്യേണ്ടത് ദച്ചൂട്ടന് വേണ്ടിയിട്ട് ചെറിയ ബ്രൗണിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത് കട്ട് ചെയ്യാമെന്ന്. എന്തായാലും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണത്. നമ്മളിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവാൻ പോവാണ്. അതായത് അമ്പലത്തിൽ പോകാൻ പോവാണ്. ദക്ഷിൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. ദക്ഷിനെ കുളിപ്പിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. ദക്ഷിനെ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ യൂട്യൂബിലിട്ടാലും യൂട്യൂബ് അത് റെസ്ട്രിക്റ്റ് ചെയ്ത് കളയുകയാണ്. അങ്ങനത്തെ വീഡിയോസൊന്നും ഇട്ടുകൂടെന്നാണ് പറയുന്നത്. പക്ഷേ വേറെ കുറേ യൂട്യൂബേഴ്സൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അവർക്കൊന്നും അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. സോ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഭാഗവതം ഒന്ന് കെട്ടി വായിച്ചെന്ന് പറഞ്ഞു. നല്ല വായനക്കാരൻ. ഇവനെന്താ പേടിച്ചിരിക്കുന്നത്? ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ പോവാ. വെച്ചോട്ടാ ഒന്ന് ചിരിച്ചടാ. ഒന്ന് എന്തുവാടാ ഇങ്ങനെ ഇരിച്ചെന്നേ? ചിരിയടാ വാവേ. വാവ രാവിലെ തൊട്ട് കുറച്ച് ഒരു ഗ്ലൂമി ആയിട്ട് ഇരിക്കുക. അവനറിയത്തില്ലല്ലോ അവന്റെ ബർത്ത്ഡേ ആണെന്ന്. തിച്ചുൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്കൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറി തൊഴുത്. ദക്ഷിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അന്നത്തെ ദിവസം സത്യമായിട്ടും 12 മണിയായപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ ഒരു വർഷം എൻ്റെ മൈൻഡിൽ കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നുവെച്ചാൽ അവനൊരു കുഞ്ഞു പരുവത്തിൽ അവന് ജനിച്ചപ്പോൾ 2,800 എൻ്റെ വെയിറ്റ്. ആ ഒരു ഇതിലാണ് എനിക്ക് അവനെ കിട്ടിയത്. അതായത് എൻ്റെ കൈയുടെ ഒരിത്തിരി ഒരു എലിക്കുഞ്ഞിനെ കണക്കിരുന്ന ഒരാളാണ്. ഇപ്പോൾ വലുതായി. ഇനിയിപ്പോൾ അവന് 1 വയസ്സാവും, 2 വയസ്സാവും, 3 വയസ്സാവും, അങ്ങനെ വലുതാവും, വലിയ കുട്ടിയാവും, ഇൻഡിപെൻഡൻ്റ് ആവും. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പം സന്തോഷവും ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഈ ഒരു പ്രായം നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിറന്നാൾ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്കാരൻ ഉറക്കമായതുകൊണ്ട് തന്നെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ എഴുന്നേറ്റ് വന്നപ്പോൾ അയാൾക്ക് ഹൈ ചെയറിൽ തന്നെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു സാധനങ്ങളൊക്കെ വിളമ്പി തീരുന്നത് വരെ. പപ്പടം മാത്രമേ ആൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന്. പിന്നെ ഞാൻ കുറച്ചൊക്കെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ ദച്ചൂട്ടിന് ഇനി ബ്രൗണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് എല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു സമയം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതായിരിക്കുന്നു സാധനം. അപ്പോൾ അവന് ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ഇതാ സൈക്കിളിലൊക്കെ ഇരുത്തി കൊണ്ടുവരുവാണ്. ഇന്ന് രാവിലെ ദച്ചൂട്ടിന് കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ
പട്ടായ നിർത്തി, എല്ലാവരും നിർത്തി. ഈ വീഡിയോ ഒക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു മെമ്മറിക്ക് വേണ്ടി ഇടുന്ന കേട്ടോ. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എങ്ങനായിരുന്നു എന്ന് കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് അവനെയും കൂടെ എടുത്ത് കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫുള്ള് കാണുക. അതേപോലെ തന്നെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒരാളെ അല്ല. എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് മെമ്മറി ആയിട്ട് വെക്കേണ്ടത് മാത്രമേ ഞാൻ ലോങ് വീഡിയോസ് ആക്കാറുള്ളൂ. അതുകൊണ്ടായിട്ട് ഇതും ആക്കിയത്. പിന്നെ നമ്മൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ പോയി നമ്മൾ അടുത്തുള്ള ഒരു സലൂണിൽ പോയി റെഡിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ ചൂസ് ചെയ്ത എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ സാരി ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പിസ്ത ഗ്രീൻ കളർ വരുന്നൊരു സാരി. എനിക്ക് ഈ സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഓവറോൾ ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ദച്ചൂട്ടനെ അവിടെ കൊണ്ടുവന്നിട്ടാട്ടോ റെഡിയാക്കിയത്. കാരണം അല്ലെങ്കിൽ കാറിൽ ഇരുന്നവൻ ആ ഡ്രസ്സ് മൊത്തം ഒരു പരുവവും പിന്നെ അവനും ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ അവനെ റെഡിയാക്കിയത്. നമ്മുടെ താനയിലുള്ള ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ഒരു സ്പേസ് വെച്ചായിരുന്നു നമ്മൾ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലൊക്കെ തന്നെ എല്ലാവരും ഇവൻ്റൊക്കെ അടിപൊളിയായിട്ട് എല്ലാം സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നുവെച്ചാൽ നല്ല ഒരു നൈറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്നവരെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുമാത്രമല്ല ഈ ഫംഗ്ഷന് വന്ന എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നിങ്ങളെല്ലാവരും വന്ന് നല്ലയാക്കി തന്നതിന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കുട്ടീനെ കാണുന്നത് ഇങ്ങനെ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ തുപ്പിക്കളയുന്നത്. സാധാരണ പിള്ളേരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും 1 വയസ്സാവാനായിട്ട്, കുറച്ച് മധുരമൊക്കെ വാരി തിന്നാനായിട്ട്. പക്ഷേ ഇവൻ അങ്ങനെയല്ലായിരുന്നു. ഇവൻ കേക്ക് വായി വെച്ചതും തുപ്പിക്കളഞ്ഞതൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും കൊടുക്കുന്നതൊക്കെ തിന്നെ അവന് ഭയങ്കര പാടായിരുന്നു. ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അവന് ഭയങ്കര പാടായിരുന്നു. അവന് മധുരമുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. ഇനി ഭാവിയിൽ എന്താവുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവന് അങ്ങനെയാണ്, മധുരത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. അതേസമയം കുറച്ച് എരിവൊക്കെ ആണെങ്കിൽ ആൾക്ക് ഓക്കെയാണ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഡാൻസൊക്കെ പഠിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും കളിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. മാത്രമല്ല സാരി ഭയങ്കര പാടായിരുന്നു. ആ സാരി താഴെ കിടന്ന് ഇഴയായിരുന്നു. ഞാൻ കളിച്ചു കഴിഞ്ഞാൽ സാരി മൊത്തം ഊരി പോകുന്നുള്ളൊരു പേടി കാരണം ഞാൻ ആ ഡാൻസ് ഞാൻ കളിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് എല്ലാവരുമായിട്ട് ഒന്ന് ഇല്ല കലാശക്കൊട്ട് കണക്ക് കുറച്ചൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും വന്നവരൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും. അപ്പം ദശൂട്ടൻ്റെ ബർത്ത്ഡേ എൻ്റെ ഒരു POVയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ.